എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചവ്വരിയും പാലും ചേർത്തിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 7 ടേബിൾ സ്പൂൺ ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു തവണ ഒന്ന് കഴുകിയെടുത്താൽ മതി. കഴുകിയെടുത്തിട്ടുള്ള ചവരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം 1.5 മണിക്കൂറോളം ഞാനത് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ചവരി വെന്ത് കിട്ടും. ഈ ചവരിയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി ഇതുണ്ടാക്കാനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് നല്ല തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീയൊരു സിമ്മിലാക്കി വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കണം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലാക്കി എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ കളർ മാറി വരാൻ തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ വശത്തുനിന്നും ഒരുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. എന്നാലേ ഒരേപോലെ കാരമലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ഫ്ലേവറാണ് വരുന്നത്. നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ചവരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാരമൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ മധുരം നമുക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 5 ഏലക്കായ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ തയ്യാറായി. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്